അങ്ങനെയല്ല വചനത്തിൽ എഴുതിയിരിക്കുന്നത്. പ്രായമായ നിങ്ങളെ ഞങ്ങൾക്ക് ഇതൊക്കെ ഫെയിലിയേഴ്സ് ആയിപ്പോയി, അതുകൊണ്ട് ഇനിയുള്ള കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ പ്രായമുള്ളവരാണ്, നിങ്ങളുടെ ജീവിതത്തിൽ എനിക്കറിയാം ഇപ്പോൾ എവിടെയൊക്കെ ഞാൻ ഫെയിൽഡായത് എൻ്റെ കുടുംബ ജീവിതത്തിൽ നിന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. അപ്പോൾ നമ്മൾ അവരെ, അതുകൊണ്ടാണ് അവരെ ഭർത്താക്കന്മാർ, പുത്രപ്രിയന്മാർ, ഭർത്തൃപ്രിയന്മാർ, വീട്ടുകാരെ നോക്കാനൊക്കെ നമ്മുടെ ജോലി അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതെന്നുള്ളത്. ഇനിയുള്ള മീറ്റിങ്ങുകളിലൊക്കെ എൻ്റെ ആഗ്രഹം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയുടെ കൊണ്ടുവന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കണം. ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഞങ്ങളുടെ ജീവിതത്തിൽ മിസ്റ്റേക്ക് വന്നുപോയി, അതുകൊണ്ട് നിങ്ങൾ ഇതിങ്ങനെ മിസ്റ്റേക്ക് ഉണ്ടാക്കരുത് എന്ന് പറയണം. എൻ്റെ കയ്യിൽ നമ്മൾ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് ഇരിക്കുമ്പോൾ മോളി പറഞ്ഞൊരു പോയിന്റ് വളരെയാണ്. ഈ സബ്മിഷൻ എന്ന് പറയുന്നത് ഹാർട്ടിൻ്റെ ആറ്റിറ്റ്യൂഡാണ്. ഒരിക്കലൊരു കൊച്ച് ഇങ്ങനെ ക്ലാസ്സിൽ വളരെ കുസൃതിയായിരുന്നു. അന്ന് ടീച്ചർ എപ്പോഴും വർത്താനം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് മാറ്റിയിരുത്തി. അപ്പോൾ എന്നെ ഒന്ന് മാറ്റിയിരുത്തേ എന്നുള്ള രീതിയിലാണ് കുഞ്ഞിരുന്നത്. ടീച്ചർ മാറ്റിയിരുത്തി കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേനും ഇവനേനെ ക്ലാസ്സിലെല്ലാം കുസൃതിക്കാരനാണ്, അതുകൊണ്ട് പിള്ളേരെല്ലാം എന്ന് പറഞ്ഞു ആഹാ നിനക്കപ്പം അടങ്ങിയിരിക്കാനും അറിയാമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ആഹാ ഞാൻ എൻ്റെ ഫിസിക്കലി ഞാൻ ഔട്ട് സൈഡിൽ ഇരിക്കുന്നതേ ഉള്ളൂ, എൻ്റെ ഇൻസൈഡ് എപ്പോഴും സ്റ്റാൻഡ് ചെയ്തോണ്ടിരിക്കും. ഞാൻ പറഞ്ഞു പോയിന് മനസ്സിലായോ? സബ്മിഷൻ ആണെന്ന് കണ്ടാൽ തോന്നും വളരെ പാവമാണെന്ന്, ഇൻസൈഡിൽ ആള് വളരെ വേറെ രീതിയാണെന്നുള്ളത് ദൈവത്തിനും ആ ഭവനത്തിലുള്ളവർക്കും അറിയാവത്തുള്ളൂ. അപ്പോൾ നമ്മൾ കുടുംബജീവിതത്തിലേക്ക് കയറി കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത് സഭയുടെ തല ക്രിസ്തു, ഭാര്യയുടെ തല ക്രിസ്തു ഭർത്താവ്. അപ്പം കുടുംബജീവിതത്തിലേക്ക് നമ്മൾ കയറി കഴിയുമ്പോഴത്തേനും ദൈവമാണ് സഭയുടെ ശിരസ് ക്രിസ്തു. അതിനുശേഷം വരുന്നത് ഭർത്താവ്, ഇതിന് ശേഷം വരുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഒരിക്കലും ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ കുടുംബജീവിതത്തിലേക്ക് കയറുമ്പോൾ ഇതുണ്ട് ഭർത്താവ്, ഇതിൻ്റെ കീഴെ നമ്മൾ വളരെ പ്രതീക്ഷയിലാണ്. കുടുംബജീവിതത്തിലേക്ക് കയറുമ്പോൾ തന്നെ ഭർത്താവ് നല്ല ക്ലിയർ ആയിരിക്കും എന്ന് ഓർത്ത് എൻ്റെ ഭർത്താവ് എനിക്ക് എപ്പോഴും സന്തോഷം തരുന്നതായിരിക്കും, എന്നെ ഹേർട്ട് ചെയ്യത്തില്ല, എൻ്റെ നമ്പർ 1 എന്നോടായിരിക്കും. ഭയങ്കര പ്രതീക്ഷയോടെയാണ് നമ്മൾ കുടുംബജീവിതത്തിലെല്ലാം കയറിയതില്ലേ. കുടുംബജീവിതത്തിലേക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് ഓർത്തിരിക്കുന്നത് ഒരുപാട് ഹോൾസ് ഉണ്ട് ഇതിനകത്ത്, മനസ്സിലായോ? പക്ഷെ ഒരു കാര്യം, ഒരു പോയിന്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എത്ര ഹോൾസ് ഉണ്ടെങ്കിലും ദൈവമാണ് കുടുംബജീവിതത്തെ പണിയുന്നത്. എത്രയെല്ലാം ഹോൾസ് ഇതിൻ്റെ അകത്തുണ്ടെങ്കിലും ഇതിൻ്റെ അടിയിലാണ് നമ്മൾ നിൽക്കുന്നത്, നമ്മളാണ് അടിയിൽ നിൽക്കുന്നത്. ഇപ്പൊ കല്യാണം കഴിച്ച ഒരാൾ എപ്പോഴും ഭർത്താവിനോടാണ് ബഹുമാനം കാണിക്കേണ്ടത്, ഭർത്താവിന് മേളിയാണ് ക്രിസ്തു, അത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അച്ഛൻ എന്നോട് ഞാൻ ഉദ്ദേശിക്കുന്ന പോലൊന്നുമല്ല എൻ്റെ അച്ഛൻ ചെയ്യണത്, അച്ഛൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം ചെയ്യുന്നത്. എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു എന്നെ ഹേർട്ട് ചെയ്തത്, ഞാൻ നമ്പർ 1 ആയിരിക്കണം, അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഇങ്ങോട്ട് മാറി എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇനി പൈസ ഒന്നും ഞാനാണ് ഒത്തിരി കൂടുതൽ ജോലി ചെയ്യുന്നത്, എനിക്ക് അച്ഛനേക്കാളുടെ സാലറി ഉണ്ട്, എൻ്റെ സാലറി ഇച്ചിരി ഞാൻ ഇങ്ങോട്ട് എടുത്ത് മാറ്റി, മനസ്സിലായോ? അങ്ങനെ എനിക്ക് അനേക ദൈവമക്കൾ അറിയാം, ഭയങ്കര പ്രവർത്തനക്കാരികളാണ്, എന്നാൽ സാലറി പോലും സ്വന്തമായിട്ടുള്ള ഒറ്റ അക്കൗണ്ട് അല്ല, അവർക്ക് വേറൊരു അക്കൗണ്ട്. അപ്പോൾ എപ്പോഴും ഓർക്കണം, ഇതാണ് ദൈവം നമ്മൾ വെച്ചിരിക്കുന്ന ഭർത്താവിന് ഇവിടെയാണ്, ഇതിൻ്റെ കീഴിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. നമ്മളെപ്പോഴും ഈ ഭർത്താവിന് ഇത്രയും ഹോൾസോടുകൂടിയാണ്, ഒത്തിരി വീക്ക്നെസ് ഉള്ളൊരു ഭർത്താവ് എൻ്റെത്. പക്ഷെ ഞാൻ എപ്പം ഇത് മാറിയിട്ട് ഞാൻ അങ്ങോട്ട് മാറി ചെയ്യാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ കവറിങ് പോയി എന്ന് നിങ്ങൾ മറന്നു. അത് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. നമ്മൾ എന്തെല്ലാം ചെയ്താലും ഇത് ഹോൾസാണ്, വെള്ളം മുഴുവൻ ഇവിടെ ഇറങ്ങിപ്പോരും. ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഒന്നുമല്ല എൻ്റെ ഭർത്താവിനോട് ചെയ്യുന്നത്, പക്ഷെ ദൈവത്തിൻ്റെ കവറിങ് എപ്പോഴും ഞാൻ പറഞ്ഞ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അമേരിക്ക 50% കൂടുതൽ ഡിവോഴ്സ് ഉള്ളത്? അവർ കുറച്ചേരം നമ്മൾക്കൊക്കെ നമ്മുടെ വേ വി ട്രെയിൻഡ് നമ്മൾ കണ്ടിട്ടുള്ളത്, ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ഭാര്യ എന്നും ഞാൻ പറയും എൻ്റെ അമ്മയാണെന്ന്. ഞങ്ങൾ 10 പിള്ളേരാണ് വളർന്നത്. ഒരു ആവറേജ് ഫാമിലിയിൽ 10 പിള്ളേരെ മാസ്റ്റേഴ്സും അല്ലെങ്കിൽ ബാച്ചിലർ എടുത്ത് പഠിപ്പിക്കണമെങ്കിൽ അത്ര വലിയ റിച്ചൊന്നും അല്ലായിരുന്നു, ഒരു ആവറേജ് ഫാമിലി. പക്ഷെ അമ്മയുടെ സബ്മിഷൻ ഒരേ ഒരു കാര്യം എപ്പോഴും, ഞങ്ങളുടെ അമ്മ മരിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും മക്കൾ 10 പേര് എഴുന്നേറ്റ് പറഞ്ഞ് ഒരേ ഒരു പോയിന്റ് ആയിരുന്നു, എൻ്റെ അമ്മയുടെ സബ്മിഷൻ കൊണ്ട് മാത്രമാണ് ഞങ്ങളെല്ലാം ഇങ്ങനെയായി തീർന്നത്. എപ്പോഴും ഞങ്ങളുടെ ഹൃദയത്തിൽ അതാണ്. എൻ്റെ അമ്മ ഒരിക്കൽ പോലും എൻ്റെ ഫാദറിനോട് ദേഷ്യപ്പെട്ട് പറഞ്ഞ് ഞാൻ കണ്ടിട്ട്, എൻ്റെ ഫാദർ ഭയങ്കര അഗ്രസീവായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു മനുഷ്യനാണ്. ഒരിക്കൽ പോലും ഒരു എക്സാജറേഷൻ അല്ല, ഒരു സാധാ വലിയ വിദ്യാഭ്യാസമല്ല, പണ്ടത്തെ 7th ഗ്രേഡ് പഠിച്ചാണ് എൻ്റെ അമ്മ. എന്നാൽ എൻ്റെ അമ്മയുടെ സബ്മിഷൻ എപ്പോഴും എനിക്ക് മാതൃകയാണ്. എൻ്റെ ജീവിതത്തിന് അത്രയും ആയിട്ടില്ല, എനിക്കറിയാതെ എൻ്റെ ജീവിതത്തിലെ ഫെയിലിയേഴ്സ് വളരെ ഉണ്ടെങ്കിലും ഞാനും എൻ്റെ ഹസ്ബൻഡും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2 നേച്ചറാണ്. എൻ്റെ ഭർത്താവിനെ അറിയാം, നിങ്ങൾക്കൊക്കെ അറിയാം. എൻ്റെ നേച്ചറും എൻ്റെ ഭർത്താവിൻ്റെ നേച്ചറും ഒരിക്കലും
ഒരിക്കലും അങ്ങ് രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന പോലെയാണ്. എന്നാൽ എൻ്റെ ഭർത്താവിൻ്റെ ഐഡിയാസും ലോജിക്കും എല്ലാം കൂടെ, എൻ്റെ സെൻസിറ്റിവിറ്റി എല്ലാം കൂടെ ഞങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ബ്ലെൻഡ് ചെയ്യപ്പെടും. ഈ കഴിഞ്ഞ 27 വർഷം ഞങ്ങൾ കഷ്ടതയില്ലാത്തതുകൊണ്ടല്ല, സുവിശേഷ വേലയുടെ മുഖത്ത് അനേക ദുഃഖങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ പോലും ഞങ്ങൾക്ക് ഒരിക്കലും സന്തോഷമില്ലാതെ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല 27 വർഷം. ആ ഞങ്ങളുടെ ഒന്നിച്ചുള്ള പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ ബ്ലെൻഡ് ചെയ്യാനായിട്ട് അനുവദിക്കുന്നതുകൊണ്ടാണ്. ഏത് നേച്ചറുള്ളവരാണ്. നിങ്ങൾ പറയും സെല്ലിന് പറയാൻ എളുപ്പമാണ്, സെല്ലിന് പൊന്നുപോലെ നോക്കുന്ന ഒരു ഭർത്താവ് ഉള്ളതുകൊണ്ടാണ്. ഞാൻ എപ്പോഴും ചിലരോട് കൗൺസിൽ ചെയ്യാൻ പറയുമ്പോൾ സെല്ലിന് അത് മനസ്സിലാകത്തില്ല. ഞങ്ങൾ പറഞ്ഞാൽ അത് മനസ്സിലാകും. ശരിക്കും ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 4 പേര് 4 ക്യാരക്ടേഴ്സാണ്, 4 പേഴ്സണാലിറ്റിയാണ്. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷമുള്ളത്. ഞങ്ങളുടെ വലിയ ദുഃഖത്തിൽ, വലിയ രോഗത്തിൽ, ഞാൻ ഈ അമേരിക്കയിൽ കടന്നു വരുന്നത് തന്നെ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര സീരിയസ് സിക്നസ് ആയിട്ടാണ്. ചിക്കൻ പോക്സ് വന്ന് 1 മില്യണിൽ ഒരാൾക്ക് എൻസെഫലൈറ്റിസ് വരാറുള്ളൂ. എൻ്റെ ഹസ്ബൻഡിന് അച്ഛനുണ്ടായി ചിക്കൻ പോക്സ് വന്നിട്ട് എൻസെഫലൈറ്റിസ് ഉണ്ടായിട്ട് നടക്കത്തുമില്ല, മിണ്ടത്തുമില്ല, കംപ്ലീറ്റ് ബെഡ് റിഡൺ ആയിപ്പോയി. അപ്പോൾ ഗവൺമെൻറ്റാണ് എനിക്ക് വീസ വന്നത്. എങ്ങനെയാണ് ലാസ്റ്റിൽ ഇത്രയും സീരിയസ് സിക്നസ് ആയതുകൊണ്ട് പോയി കാണാൻ വേണ്ടി ഇമിഗ്രേഷന് ഫയൽ ചെയ്ത് എനിക്ക് സ്വർഗത്തിലെ ദൈവമാണ് എനിക്ക് തന്നത്. അങ്ങനെയാണ് ഞാൻ അച്ഛനെ കാണാൻ വരുന്നത്. എന്നാൽ ദൈവം ഞങ്ങൾക്ക് അനേക കഷ്ടതകൾ, ദുഃഖങ്ങൾ, രോഗങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടും ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഭയങ്കര സന്തോഷം. സ്വർഗത്തിൻ്റെ അനുഭവം ഈ ലോകത്തിൽ കാണിച്ചിരിക്കുന്നത്. സ്വർഗം എങ്ങനെയാണെന്ന് യേശുവിന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന കുടുംബജീവിതത്തിൻ്റെ സന്തോഷത്തിൽ, അതാണ് സ്വർഗത്തിൻ്റെ അനുഭവം. അത് ചെയ്യാൻ പറ്റുന്ന യഹോഭക്തിയുള്ള സ്ത്രീയെ ബഹുമാനിക്കപ്പെടും. നമ്മൾക്കിത് സ്വന്തം കഴിവുകൊണ്ട് ഒരിക്കലും ഒരു കുടുംബജീവിതം പണിതെടുക്കുവാൻ സാധിക്കത്തില്ല. ദൈവത്തോടുള്ള ഭക്തി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സറണ്ടർ. ഇനി എനിക്ക് അങ്ങേറ്റം നമ്മൾ എത്ര കഴിവുള്ളവരാണെന്ന് പറഞ്ഞാൽ, എത്ര സാലറി നിങ്ങൾ കൊണ്ടുവരുന്നതാണേലും, നിങ്ങളുടെ ഹസ്ബൻഡ് പറഞ്ഞാൽ കേൾക്കാത്തതാണ്, ഇഷ്ടം പോലെ ഇഷ്ടത്തിന് ജീവിക്കുന്നതാണെന്ന് പറഞ്ഞാലും ഈ കവറിങ്ങിൽ നിന്ന്, കാരണം നമുക്ക് ഹസ്ബൻഡിനാണ് ദൈവത്തോടുള്ള കവറിങ്, നമ്മളെപ്പോഴും ഹസ്ബൻഡിൻ്റെ കീഴെയാണെന്നുള്ള കാര്യം ഓർക്കണം. എപ്പോഴും ഈ കവറിങ്ങിൽ നമ്മൾ അങ്ങോട്ട് മാറി നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നു, നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ കവറിങ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ട് കുറച്ചൊക്കെ നിങ്ങൾ അക്കംപ്ലിഷ് ചെയ്യുമായിരിക്കും ഇവിടെ വെച്ച്. കുറേ മിടുക്കത്തരങ്ങളൊക്കെ ചെയ്ത് കുറേ സാലറി ഉണ്ടാക്കി വീടുകൾ പണിയും കുഞ്ഞുങ്ങളൊക്കെ നിങ്ങൾ ചെയ്യും. അതൊന്നും എനിക്ക് സംശയമില്ലാത്ത കാര്യം, അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ദിവസം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധി നിൽക്കേണ്ടി വരുമ്പോൾ നമ്മൾ ഇവിടെയാണ് കണക്ക് കൊടുക്കേണ്ട, അല്ലാതെ നമ്മൾ എത്ര പ്രാർത്ഥിച്ചു എന്നുള്ളതിനേക്കാൾ അതിൻ്റെ അർത്ഥം പ്രാർത്ഥിക്കരുതെന്നൊന്നുമല്ല. വളരെ പ്രാർത്ഥിക്കണം. ഞങ്ങൾ എന്ത് ഡിസിഷൻ എടുക്കണേലും ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചാണ് എല്ലാം ചെയ്യുന്നത്. എന്ത് മേജർ ഡിസിഷനും അങ്ങനെ ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞ. പ്രാർത്ഥനയെ ഞാൻ താഴ്ത്തല്ല. പ്രാർത്ഥിക്കുന്ന സ്ത്രീക്ക് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുന്നു. പക്ഷെ പ്രാർത്ഥിക്കുന്ന സ്ത്രീക്ക് ഇങ്ങനെ കീഴടങ്ങിയിരിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ അതുകൊണ്ട് എത്ര മോശമായിട്ടുള്ള ഒരു ഭർത്താവാണ് നിങ്ങൾക്കെങ്കിൽ തന്നെയും നിങ്ങൾ യഥാർത്ഥത്തിൽ യഹോഭക്തിയോടെ ഇരുന്നാൽ, പ്രാർത്ഥിച്ചാൽ, കർത്താവിൻ്റെ വചനത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ സബ്മിഷൻ എന്ന് പറഞ്ഞാൽ 2 കാര്യമാണ്: ട്രസ്റ്റ് ആൻഡ് ഒബീഡിയൻസ്. നമ്മൾ ഒബേ ചെയ്യാതെ നമ്മൾ ട്രസ്റ്റ് ചെയ്ത്, അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് നീ ഒരു ഭാര്യ എടുക്കുമ്പോൾ നിനക്ക് ട്രസ്റ്റ് ചെയ്യാൻ കൊള്ളാമെന്നായിരിക്കണം. എന്തുകൊണ്ടാണ് മേരിയെ ദൈവം യേശുവിൻ്റെ അമ്മയായിട്ട് തിരഞ്ഞെടുത്തത്? അവിടുത്തെ വലിയ വെൽത്തി ലേഡിയായിട്ടോ കഴിവുള്ള ലേഡിയായിട്ടല്ലായിരുന്നു. ഈ അടുത്ത വർഷം നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കും, അത് ദൈവപുത്രനായിരിക്കും, ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടി ഇരിക്കുന്ന യേശുവാണ് എന്ന് പറഞ്ഞപ്പോൾ ഒന്നും അറിയാതെ, ഭർത്താവിനെ അറിയാതെ കംപ്ലീറ്റ് ട്രസ്റ്റ് ചെയ്യുക ചെയ്തത്. അതാ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്ത്രീയെ ഭവനം പണിയാനായിട്ട് ദൈവം ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ട്രസ്റ്റ് ഹിം. ദർ ഇസ് നോ അതർ വേ. ചിലർ നമ്മുടെ അച്ചായന്മാരോട്, ഭർത്താക്കന്മാരോട് ചില സ്ത്രീകൾ വർത്താനം പറയുന്നത് എൻ്റെ ചെവി കൊണ്ട് കേട്ടുണ്ട്. നമ്മൾ ഓർക്കുന്നത് ഈ സബ്മിഷൻ എന്ന് പറഞ്ഞാൽ ഒബീഡിയൻസ്, ട്രസ്റ്റ് ആൻഡ് റെസ്പെക്റ്റ് ഇല്ലാതെ വർത്താനം പറയുന്ന അനേക ദൈവമക്കളെ എനിക്ക് നല്ലവണ്ണം അറിയാം. അച്ഛൻ അല്ലേലും ഒരു കഴിവില്ല, അച്ഛൻ അല്ലേലും എന്ത് സ്ലോയായത് എന്ന് നമ്മൾ വിചാരിക്കുന്നത് അതൊന്നും വലിയ കുഴപ്പമുള്ള കാര്യങ്ങളാണെന്നല്ല. നമ്മൾ റെസ്പെക്റ്റ് ഇല്ലാത്ത ഭർത്താക്കന്മാരോട് വർത്താനം പറയുന്ന അതിലൊക്കെ ദൈവത്തിൻ്റെ വചനത്തിൽ വളരെയുണ്ട്. നമ്മുടെ നാവിനാലാണ് ജീവനും മരണവും എല്ലാം ഇരിക്കുന്നത്. അച്ഛൻ അല്ലേലും അവിടുത്തെ അമ്മയാണെങ്കിൽ ജോലി ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേനും അച്ഛൻ എല്ലാം ടേബിളെ വെക്കും, എന്നിട്ട് അച്ഛൻ എനിക്ക് വേണ്ടി വെച്ചില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെപ്പോഴും കമ്പാരിസൺ ചെയ്യണം. നത്തിങ് വിൽ വർക്കൗട്ട്. ഞാൻ പറയാൻ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഞാൻ ഒരിക്കലും എനിക്ക് ഒരു ഹെൽപ്പും കിച്ചണിൽ അച്ഛനിൽ നിന്ന് കിട്ടാത്ത ഒരു സ്ത്രീയാണ് ഞാൻ. കാരണം എനിക്കറിയാൻ അച്ഛൻ്റെ നേച്ചർ എന്നാ. അപ്പോൾ ഇന്നലെ എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, 91 വയസ്സുണ്ട്. അവരുടെ ബോഡിയൊക്കെ കണ്ടാൽ നല്ല ഹെൽത്തായിട്ട്, ചെറിയ റിങ്കിൾസൊക്കെ ഉള്ളു, 91 ഇയേഴ്സ്, ഇപ്പോഴും ഡ്രൈവ് ചെയ്യും. സെർവിക്കൽ ക്യാൻസറായിട്ട് വന്നാൽ ഞാനന്നോട് ചോദിച്ചു, ഈ ഒരു കുടുംബജീവിതം എനിക്കൊരു മെസ്സേജ് കൊടുക്കാനുണ്ട് ഈ ആഴ്ചയിൽ, അതുകൊണ്ട് ഒന്ന് പറഞ്ഞ് കോട്ടെ. എന്താ വില്ലി എന്ന പേര്? വില്ലിയുടെ അഭിപ്രായത്തിൽ ഹാപ്പി മാരേജ് ലൈഫ് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു 3 തിങ്സ്. 1, പുരുഷനെ നീ അറിയണം ശരിക്കും, അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അണ്ടർസ്റ്റാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ആണാണെന്ന് ആദ്യം ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, ഞാൻ പെണ്ണാണെന്ന് മനസ്സിലാക്കണം.
കാരണം പെണ്ണിൻ്റെ നേച്ചറല്ല ആണിൻ്റെ നേച്ചർ. അപ്പോൾ ഭർത്താവ് എൻ്റെ പോലെ ഇങ്ങനെ വിഷമം വരുമ്പോൾ സങ്കടം വരുമ്പോഴെല്ലാം ഞാൻ ഫീൽ ചെയ്യുന്ന പോലെ എൻ്റെ അച്ഛനും ഫീൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ഫീൽ ചെയ്യാതിരിക്കുമ്പോൾ അച്ഛൻ എന്നെക്കുറിച്ച് ഒരു കൺസേണും ഇല്ല എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ തുടങ്ങും. ഞാൻ പറഞ്ഞത് ശരിയല്ലയോ? വളരെ പ്രാക്ടിക്കലാണ് എൻ്റെ വീടുകളിൽ. എനിക്ക് എൻ്റെ ഫീലിങ്സിനനുസരിച്ച് ഹീസ് എ മാൻ, ഗോഡ് ക്രിയേറ്റഡ് ഹിം ആസ് മാൻ ആൻഡ്